സന്തോഷത്തോടു കൂടിയാണ് ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു അക്കാഡമിക് ഡിസ്കഷൻ നമ്മളുടെ ഇടയിൽ നിന്ന് പതുക്കെ ആയിട്ട് അന്യം നിന്ന് പോവുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ഉപരിപ്ലവമായ ഒരുപക്ഷെ ഗൗരവമേറിയതൊന്നിനെയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അത്തരം ഒരു സന്ദർഭത്തിൽ വളരെ അടിസ്ഥാനപരമായ ചില ധൈഷണിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ്. രാഘവൻ മാഷുടെ ഈ പുസ്തകം അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ക്ലോഡ് ലെവി-സ്ട്രോസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് മുഖ്യമായിട്ടും ഇത് എന്ന് പറയാം. ഒപ്പം തന്നെ അത് എടശ്ശേരിയെക്കുറിച്ചുള്ള പഠനവും ആണ്. ലെവി-സ്ട്രോസിലൂടെ എങ്ങനെ എടശ്ശേരിയിലേക്ക് എത്താം എന്നുള്ള വളരെ വിചിത്രമായ, ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ വിചിത്രം എന്ന് തോന്നിയേക്കാവുന്ന ഒരു പ്രശ്നമാണ് വാസ്തവത്തിലൂടെ ഈ പുസ്തകത്തിലൂടെ രാഘവൻ മാഷ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ലെവി-സ്ട്രോസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്തു ചെയ്തു? ഒരു നൂറ്റാണ്ടിൻ്റെ മുഴുവൻ റെപ്രസെൻറ്റേറ്റീവാണ് വാസ്തവത്തിൽ ക്ലോഡ് ലെവി-സ്ട്രോസ് എന്ന് പറയുന്ന ആൾ. ഒരു നൂറ്റാണ്ടും കഴിഞ്ഞ് 9 കൊല്ലം മറ്റേ നൂറ്റാണ്ടിലേക്ക് കൂടുതൽ ജീവിച്ച മനുഷ്യനാണ്. 1908 ജനിച്ച് 2009 മരിക്കുന്നു. ഏതാണ്ട് 100 വർഷത്തിലധികം, 101 വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ളൊരു ജീവിതമാണ് ലെവി-സ്ട്രോസിൻ്റെത്. ജീവിച്ചതാകട്ടെ ബെൽജിയക്കാരനാണെങ്കിലും പഠനാവശ്യങ്ങൾക്കായിട്ട് ബെൽജിയക്കാരധികം ഉപയോഗിക്കുന്ന പാരീസിനെയാണ്. പാരീസിൽ വരുന്നു, സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, പിന്നീട് അവിടെ തന്നെ പഠിപ്പിക്കുന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രസീലിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോകാനുള്ള അവസരം ഉണ്ടാകുന്നു. അങ്ങനെ ബ്രസീലിലേക്ക് കുറച്ചു കാലം പറിച്ചു നടപ്പെടുന്നു. ബ്രസീലിൽ ഇരുന്നുകൊണ്ട് ആമസോൺ ഗിരിനിരകളിലെ ഗോത്രവർഗക്കാരുമായിട്ട് അടുത്ത് ബന്ധം സ്ഥാപിക്കുന്നു. സോർബോണിൽ അദ്ദേഹം പഠിച്ചതും പഠിപ്പിച്ചതും നിയമവും ഫിലോസഫിയും. പാശ്ചാത്യ സർവകലാശാലകളിൽ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല, അവർക്ക് ഒരുപാട് ക്രെഡിറ്റുകളുണ്ട്. നിയമവും ഫിലോസഫിയും പഠിക്കാം, ഫിസിക്സും മ്യൂസിക്കും പഠിക്കാം, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഫിലോസഫിയും നിയമവും ഒക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ലെവി-സ്ട്രോസ് ബ്രസീൽ എത്തുമ്പോഴത്തേക്ക് തൻ്റെ താല്പര്യങ്ങൾ നരവംശാസ്ത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണ് ആമസോൺ ഗിരിനിരകളിലെ ഗോത്രവർഗ വിഭാഗങ്ങളുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാനും അവരുമായിട്ട് അവരുടെ ജീവിതവുമായിട്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ലെവി-സ്ട്രോസിന് കഴിയുന്നത്. പക്ഷേ കേവലം ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു നരവംശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനെ അദ്ദേഹം അതിൽ മാത്രമായിട്ട് ഒതുക്കി കാണാതെ അതിനെ എങ്ങനെയാണ് കൂടുതൽ വിശാലമാക്കാവുന്നത് അല്ലെങ്കിൽ ആക്കാൻ കഴിയുന്നത്, ഈ ഇൻ്റർ ഡിസിപ്ലിനറി ആവുക എന്നുള്ളത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് കാൾ മാർക്സിനോടാണ്. മാർക്സാണ് വാസ്തവത്തിൽ എങ്ങനെ ഈ സത്യത്തിൽ ഇവരുടെ എല്ലാം കാഴ്ചപ്പാടുകൾക്ക്, അതായത് ഇപ്പോൾ സ്ട്രക്ചറലിസം ആയാലും സിമിയോട്ടിക്സ് ആയാലും ഡികൺസ്ട്രക്ഷൻ ആയാലും ഇത്തരത്തിലുള്ള സാഹിത്യ ചിന്തകളിൽ പലതും വാസ്തവത്തിൽ മാർക്സിനോട് കടപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഡയലക്റ്റിക്സ് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആശയം വൈരുദ്ധ്യാധിഷ്ഠിതമായ അത് ചരിത്രത്തിലേക്ക് അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ജീവിതത്തിലേക്ക് അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, മനുഷ്യൻ്റെ പലതരത്തിലുള്ള വിജ്ഞാന മേഖലകളിലേക്ക് ഈ ഡയലക്റ്റിക്കൽ അപ്രോച്ച് എന്നുള്ളത്, വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള സമീപനം എന്നുള്ളത്, അതിനെ വിവിധ ജ്ഞാന മേഖലകളിലേക്ക് എങ്ങനെ കൂടുതലായിട്ട് സന്നിവേശിപ്പിക്കാം എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്ന മാർക്സാണ്. ഈ ഒരു ആശയം ശരിക്കും പറഞ്ഞാൽ ബ്രസീലിയൻ കാലഘട്ടത്തിൽ ആമസോൺ ഗോത്രവർഗ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ
ലെവി സ്ട്രോസ് കൂടുതൽ പരിചയപ്പെടുന്ന ഒരാശയമാണ്. അതിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആന്ത്രപ്പോളജി മാത്രം പോരാ ഇത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു തിയറി കൺസീവ് ചെയ്യാനും അതിനെ എലാബറേറ്റ് ചെയ്യാനും ഈ ഒരു ആശയം മാത്രം പോരാ, അതിന് മറ്റ് വിജ്ഞാന ശാഖകളിലേക്ക് കൂടെ. അങ്ങനെയാണ് റോമൻ ജാക്കബ്സിൻ്റെ ഭാഷാശാസ്ത്ര ചിന്തകളുമൊക്കെ ആയിട്ട് ലെവി സ്ട്രോസ് കൂടുതൽ ബന്ധപ്പെടുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലെവി സ്ട്രോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പലരെയും ഒന്നിച്ച് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇവരിൽ പലരും, ഇപ്പോൾ ഫ്രോയിഡിയൻ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, ഫ്രോയിഡ്, മാർക്സ്, ലെവി സ്ട്രോസ്, എറിക് ഹോബ്സ്ബോമിനെ പോലുള്ള ചരിത്ര ഹിസ്റ്റോറിയോഗ്രാഫി കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാവരെയും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാവരും ഒരിടത്ത് മാത്രം അവരുടെ ഒരു കണ്ണട വെച്ച് മാത്രം കാര്യങ്ങളെ പരിശോധിച്ചവരല്ല. ഒരുപാട് കണ്ണടകളിലൂടെ അവർ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ലെവി സ്ട്രോസിൻ തിയറി കൂടുതലായിട്ട് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ലെവി സ്ട്രോസിൻ്റെ ഘടനാവാദത്തെ, സ്ട്രക്ചർ ഇസ് ദ മോഡൽ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണവാക്യത്തെ, ഡിക്റ്റത്തെ എങ്ങനെയാണ് നമ്മളുടെ പിന്നീടുള്ള കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കാണാനാണ് രാഘവ മാഷി ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ രാഘവ മാഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടി ഈ പുസ്തകത്തിൻ്റെ പിറകിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് ലെവി സ്ട്രോസിനെ പോലെയുള്ള ആൾക്കാർ തമസ്കരിക്കപ്പെടുന്നു? സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഈ ഘടനാവാദം 40 കൊല്ലം മുൻപ് തന്നെ അസ്തമിച്ചു പോയി, തിരസ്കൃതമായി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് മേലെ പുതിയ തിയറികൾ വന്നു കഴിഞ്ഞു എന്ന് രാഘവ മാഷ് സൂചിപ്പിക്കണ്ടായി. പക്ഷെ അത് ഞാൻ അംഗീകരിക്കുന്ന ഒരാശയമല്ല. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള പലതരം തിയറികൾ, ഡീകൺസ്ട്രക്ഷൻ തിയറി ആയാലും സ്ട്രക്ചറലിസം ആയാലും സിമിയോട്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് പുതിയ സങ്കല്പനങ്ങളായാലും, ഇതിനെ അങ്ങനെ അത്ര വേഗം അതിനെ തിരസ്കൃതമാക്കാനോ തമസ്കരിക്കാനോ മറ്റു രീതിയിൽ അവയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് മറ്റ് സിദ്ധാന്തങ്ങൾക്ക് മുന്നേറിപ്പോകാനോ സാധ്യമാകാത്ത രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചവരാണ് ലെവി സ്ട്രോസ് അടക്കമുള്ള ചിന്തകന്മാർ എന്നുള്ളത് കൊണ്ട് ലെവി സ്ട്രോസ് അങ്ങനെ പരാജയപ്പെട്ടു പോവില്ല. എന്തുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന ഉത്തരം, നമ്മളിപ്പോൾ ഈ ഗൗരവമേറിയ ഒന്നിനെയും അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ഒന്നും പോകാൻ താല്പര്യപ്പെടാത്തവരായതുകൊണ്ട് ഒരുപക്ഷെ ജങ്ക് സ്കൾപ്ചേഴ്സ് എന്ന് പറയും, ഈ എന്താ പറയുക, ചവറ്റുകൂനകളെ കൊണ്ടുണ്ടാക്കുന്ന പുതിയ സ്കൾപ്ചർ രൂപങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള ജങ്ക് സ്കൾപ്ചേഴ്സിൻ്റെ ഒരു കാലം വരികയാണ് ഇപ്പോൾ. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ലെവി സ്ട്രോസിനെ പോലെയുള്ള ആൾക്കാർ ഒരുപക്ഷെ തൽക്കാലത്തേക്ക് വിസ്മൃതപ്രായരായേക്കാം. പക്ഷേ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരുതരം സമീപന ശൈലി, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു തിയററ്റിക്കൽ പാരഡൈം, അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാണ് വാസ്തവത്തിൽ അക്കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ തരൂക്കൾ ചൂഴും നിലയങ്ങൾ വായിക്കും നിഴന്ന തോട്ടം, പലതരം പൂക്കൾ വിടർന്ന കുന്നിൻ ചെരിവുകൾ, വർണ്ണശബളിതങ്ങൾ, പകലത്തെ കർഷക സംഗീതങ്ങൾ, ഇരവിലെ ഭീകരമൂകതകൾ, ഇതെല്ലാം മെല്ലെ മെല്ലെ മറഞ്ഞു പോകുന്നു. അതിൻ്റെ സ്ഥാനത്ത് ടയറും പെട്രോളും സിമൻറ്റുരുക്കും കടന്നു വരുന്നൊരു പുതിയ ലോകം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ലോകം ഉണ്ടാകുമ്പോൾ മല്ലൂർ കയമിനി ചൊല്ലുമാത്രം മല്ലൂരത്തേവർ തെരുവു ദൈവം. അറിയാത്തോർ തമ്മിൽ അടിപിടികൾ, അറിയാത്തോർ തമ്മിൽ പിടിച്ചുകൂട്ടൽ, അറിയാത്തോർ തമ്മിൽ അയൽപക്കക്കാർ, അറിയുന്നവരെല്ലാവരും അന്യനാട്ടാർ. അങ്ങനെ ഒരു ലോകം വരാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെയുള്ളൊരു ബൈനറിയെ, ഇങ്ങനെയുള്ളൊരു വൈരുദ്ധ്യത്തെ കണ്ട ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കാണ് എടശ്ശേരി കൂടുതൽ ശ്രദ്ധേയനാകുന്നത്. അതേപോലെ ഗാന്ധി മാർക്സ് എന്നുള്ളൊരു ബൈനറി, അത് ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈനറി ഓപ്പോസിഷനാണ്. ഏതാണ് ശരി, ഗാന്ധിയാണോ മാർക്സ് ആണോ? ഗാന്ധിയാണ് എന്ന് മനസ്സുകൊണ്ട് പലപാട് ഉറപ്പിച്ച് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് എടശ്ശേരി. പക്ഷേ എപ്പോഴും ഗാന്ധി അല്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരികയും ചെയ്യുന്നു. മുളഞ്ചീര പോലെയുള്ള കവിതകളിൽ എടശ്ശേരി ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഗാന്ധി എല്ലാത്തിനും പരിഹാരമല്ല. ബുധനും ഞാനും നരിയും എന്ന് പറയുന്ന ഒരു കവിതയിൽ, ആ കവിതയുടെ തലക്കെട്ടിന് അങ്ങനെ തന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പലരും അതിനെ മാറ്റി മറിച്ചൊക്കെ പറയാറുണ്ട്. ഒരു ഭാഗത്തൊരു ബുധനും മറുഭാഗത്തൊരു നരിയും നടുവിലൊരു ഞാനുമാണ്. വാസ്തവം പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഈ ഗാന്ധി മാർക്സ് ബൈനറി കൈകാര്യം ചെയ്തിട്ടുള്ള കവികളിൽ
അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമുണ്ട്, വൈലോപ്പിള്ളി മാഷ്ടർ കുടിയൊഴിക്കലുണ്ട്. പക്ഷെ അതിലെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ നട്ഷലിൽ, ഒരു ചിമിഴിൽ ഈ വലിയൊരു ബൈനറി ഓപ്പോസിഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൊരു മനുഷ്യൻ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. അതിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് ശരിയാണോ? അതായത് ഒരു ബുദ്ധവിഗ്രഹം കൊണ്ട് ആക്രമിക്കാൻ എടുക്കുന്ന ഒരു നരിയുടെ തലയിലടിച്ച് ആ നരിയെ കൊന്ന് എൻ്റെ ചുമരിലെ റേഷൻ അരിക്കിഴി രക്ഷപ്പെടുത്തി വീട്ടിൽ കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ കൊടുത്തത് അത് തെറ്റാണോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഇടയുള്ളവർ വാദിപ്പിൻ, ലക്ഷ്യവും മാർഗവും ഇടറിയോ, ഞാനൊന്ന് തലചായ്ക്കട്ടെ എന്ന് പറയുന്ന എടശ്ശേരിയാണ്. ആ എടശ്ശേരി ബൈനറികളുടെ ലോകത്ത് ജീവിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. ഇപ്പം രാഘവമാഷ് ഈ പുസ്തകത്തിനകത്ത് ഇത്തരത്തിലുള്ള ബൈനറി ഓപ്പോസിഷൻസിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഗാന്ധി മാർക്സ് ബൈനറി, വികസനം വേഴ്സസ് പരിസ്ഥിതി എന്നുള്ളൊരു ബൈനറി, ഗ്രാമകേന്ദ്രിതമായ ഉൽപാദന വ്യവസ്ഥയും നഗരകേന്ദ്രിതമായ ഉൽപാദന വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, അത് മറ്റൊരു ബൈനറി. നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ എന്നുള്ള കവിത പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥയിൽ ഒരു റൈസ് മിൽ വരുന്നു, നെല്ലുകുത്തുകാരി പാറുവിൻ്റെ തൊഴിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിലെവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ് എന്നുള്ള വളരെ വലിയൊരു ചോദ്യം എടശ്ശേരി ചോദിക്കുന്നുണ്ട്. അപ്പം താൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ, അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ്റെ യുക്തിവിദുരമായ സ്വപ്നലോകവും സാധാരണക്കാരൻ്റെ സാക്ഷര യുക്തിയോട് കൂടിയിട്ടുള്ള യാഥാർത്ഥ്യ ലോകവും, ഈ രണ്ട് ലോകങ്ങളിൽ ഏത് ലോകമാണ് ശരി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ താൻ ജീവിച്ച കാലഘട്ടത്തിലെ നിരവധി ബൈനറികളെ കുറിച്ച് തൻ്റെ കവിതകളിൽ പലപാട് ചിന്തിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. ഈ പുസ്തകത്തിനകത്ത് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പോഴും, കാരണം ഉണ്ണികൃഷ്ണൻ പരിചയപ്പെടുത്തി കഴിയുകയും ചെയ്തു. ഇനി കൂടുതൽ വിശദീകരിക്കുന്ന സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം രാഘവമാഷോട് പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരനെ, ഒരു ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ കുറഞ്ഞ പാരഡൈമുകളെ ഉള്ളൂ, അധോതല രൂപങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അയാളെ നയിക്കുന്ന 2-3 പാരഡൈമുകളാണ് മെയിൻ പാരഡൈംസ് എന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരൻ്റെ പ്രധാന കേന്ദ്രീകൃത പാരഡൈമുകൾ 2-3 മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ചിനപ്പുകളാണ് അയാളുടെ മറ്റ് എഴുത്തുരൂപങ്ങളെല്ലാം തന്നെ വിന്യാസബന്ധ വ്യതിയാനങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ വിന്യാസബന്ധ വ്യതിയാനങ്ങൾ എന്നുള്ളതൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പലതരത്തിലുള്ള എപ്പിസ്റ്റീമുകളായിട്ട് വന്നിട്ടുള്ള പലതിൽ നിന്നും വരുന്നൊരു വാക്കാണ് കൊലോക്കേഷൻ ഷിഫ്റ്റുകൾ എന്ന് പറയാം. ഒന്നിച്ചു കൂടിയിരിക്കുന്ന വാക്കുകളുടെ ഷിഫ്റ്റുകളാണ്, അതിൽ നിന്നും വരുന്ന വ്യതിയാനങ്ങളാണ്, ബന്ധവ്യതിയാനങ്ങളാണ് വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ. ആ 2-3 പാരഡൈമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഡൈം ഈ പെറ്റമ്മ പോറ്റമ്മ ബന്ധം എന്നുള്ളതാണ്. എടശ്ശേരി അത് വല്ലാതെ ഈ ഒരു ബൈനറി അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ പുതൻകലവും അരിവാളും എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് എന്താണ് പെറ്റമ്മ പോറ്റമ്മ ബന്ധം? അതിൽ പെറ്റമ്മ വാസ്തവത്തിൽ ജന്മിയാണ്. കാരണം നിയമം ഈ ഭൂമിയൊക്കെ നിങ്ങളുടേതാണ് എന്ന് നിയമം സമ്മതിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്, പട്ടയം കൊടുത്തിട്ടുള്ളതാണ്. പട്ടയപ്രകാരം ഇത് നിങ്ങളുടെ ഭൂമിയാണ്, അത് പെറ്റമ്മയാണ്. ആ ഭൂമിയിലെ വിളവിന് ഉൽപ്പന്നത്തിന് ഉടമ അദ്ദേഹമാണ്. പക്ഷെ അതിൽ വിള ഇട്ട് പരിപാലിച്ച് പോറ്റി എടുത്തിട്ടുള്ളത് കൃഷിക്കാരനാണ്. ഈ പെറ്റമ്മ പോറ്റമ്മ ബന്ധത്തിൽ അവിടെ പോറ്റമ്മയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. മറ്റിടത്ത് പൂതപ്പാട്ടിൽ പെറ്റമ്മയും പൂതം എന്ന് പറയുന്ന പോറ്റമ്മയും വരുന്നുണ്ട്. കാവിലപ്പാട്ടിലും ഇതേ ഘടന തന്നെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വാസ്തവത്തിൽ ഈ പുസ്തകത്തിനകത്ത് കാവിലപ്പാട്ട് ഇതിൽ രാഘവമാഷ് തൻ്റെ പഠനത്തിന് സ്വീകരിക്കുന്നില്ല. എല്ലാ കവിതകളും രാഘവമാഷ്ക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് രാഘവമാഷ് വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അവിടെയും ഒരുപക്ഷെ ഇതേ ബന്ധങ്ങൾ തന്നെ പ്രിവെയിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരാശയം ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ ലെവി സ്ട്രോസ് തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുരാവൃത്തങ്ങളോട് ബന്ധപ്പെടുത്തി മാത്രം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ തിയറി കവിതകൾക്ക് ബാധകമേ അല്ല എന്ന് ലെവി സ്ട്രോസ് പറയുന്നുണ്ട്. കാരണം കവിത
വക്രോക്തിയുടെയും അർത്ഥവൈചിത്രങ്ങളുടെയും ഒരു പുതിയ ലോകം തുറന്നിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഈ സിദ്ധാന്തം കവിതയ്ക്ക് ബാധകമേ അല്ല എന്ന് പറയുന്നു. പക്ഷേ രാഘവ മാഷ് അത് കവിതയ്ക്കും ബാധകമാക്കാമോ എന്നുള്ള വളരെ വലിയൊരു ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. അങ്ങനെ ബാധകമാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ആ കവിതയുടെ വിന്യാസബന്ധ വ്യതിയാനങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച്, ആ കവിതയെ അണിയിച്ചിട്ടുള്ള ആടയാഭരണങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച്, ആ കവിതയെ പരിപൂർണമായി നഗ്നമാക്കിയതിന് ശേഷം ആ കവിതയെ പരിശോധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് കവിതകളെ അതിൻ്റെ ആടയാഭരണങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച് അതിനെ കേവലം ഒരു പ്രമേയഘടനയിലേക്ക് ചുരുക്കി, ആ പ്രമേയഘടനയുടെ ഘടനാ വൈചിത്ര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യണം വാസ്തവത്തിൽ മാഷ് ഈ ഒരു പുസ്തകത്തിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കൂട്ടത്തിൽ അദ്ദേഹം വയനാടൻ കുലവൻ്റെ പുരാവൃത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വയനാടൻ കുലവൻ പുരാവൃത്തം അതിനെ അദ്ദേഹം വളരെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അതിലെ എക്സ്ക്ലൂഷൻ, ഇൻക്ലൂഷൻ, അകത്തോട്ട് പുറത്തോട്ട്, ജനനം, മരണം, ഇങ്ങനെ പല ഘടകങ്ങളെ പല രൂപത്തിൽ ലംബമായും തിരശ്ചീനമായിട്ടും ലംബമായും പരിശോധിച്ച് അതിന് ഇലുസ്ട്രേഷൻസ് ഉണ്ടാക്കി അതിനെ മറ്റൊരു രീതിയിൽ അപഗ്രഥിക്കുന്ന ഒരു ശൈലി മാഷ് കൊണ്ടുവരുന്നുണ്ട്. ഏതാണ്ട് ഇതേ പ്രമേയം, അതായത് പെറ്റമ്മ പോറ്റമ്മ ബന്ധത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രമേയം, അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ ഒരു പ്രമേയവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെളിച്ചത്തിൽ പരിശോധിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അത് ചോക്ക് സർക്കിൾ എന്ന് പറയുന്ന ഒരു ചൈനീസ് പഴമൊഴിയെ ബേസ് ചെയ്തുകൊണ്ടൊരു നാടക രൂപത്തെ പറ്റിയാണ്. അത് പിന്നീട് ബ്രത്ത് കൊക്കേഷ്യൻ ചോക്ക് സർക്കിൾ എന്നുള്ള പേരിൽ മാറ്റി എഴുതിയിട്ടുള്ള നാടകത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. എന്തുകൊണ്ട് ചോക്ക് സർക്കിൾ എന്ന് പറയുന്ന നാടകം ബ്രത്തിനെ പോലെ പൊളിറ്റിക്കൽ തിയേറ്ററിൻ്റെ വക്താവായിട്ടുള്ള ഒരാൾ എന്തുകൊണ്ട് കൊക്കേഷ്യൻ ചോക്ക് സർക്കിൾ എന്ന് പറയുന്നത് ഒരു നാടക രൂപമാക്കി മാറ്റി? ഇത് വാസ്തവത്തിൽ ലെവിസ്ട്രോസിയൻ പോളിറ്റിക്സ്, ലെവിസ്ട്രോസിൻ്റെ ആന്ത്രപ്പോളജിക്കൽ കാര്യങ്ങൾ മാത്രമല്ല, ലെവിസ്ട്രോസിയൻ പോളിറ്റിക്സ് പഠിച്ചാൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട് ആന്ത്രപ്പോളജിസ്റ്റുകൾ നമ്മളുടെ ഫാസിസ്റ്റുകൾക്ക് ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെരിയർ ആൽവിൻ എന്ന് പറയുന്ന നമ്മളുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ആന്ത്രപ്പോളജിസ്റ്റ് ഒരു പക്ഷേ നമ്മളുടെ ഇന്ത്യയിലെ സംഘപരിവാർ വിഭാഗത്തിന് ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഒരു 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 അക്കാഡമിഷ്യനാണ്. എന്തുകൊണ്ട് വെരിയർ ആൽവിൻ ഇവരെ വളരെയധികം പ്രകോപിപ്പിക്കുന്നു? എന്തുകൊണ്ട് ലെവിസ്ട്രോസ് ഈ വംശീയവാദികളെ, വംശീയവാദികളായിട്ടുള്ള ആളുകളെ, എത്നിസിറ്റി പറയുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ഇത്രയധികം പ്രകോപിപ്പിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാസ്തവത്തിൽ ഇത് വളരെ വിചിത്രമായ ഒരവസ്ഥ വിശേഷം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ലോകം എപ്പോഴും പോകുന്നത് ഒരേ ദിശയിലല്ല. നമുക്ക് കേസരി ബാലകൃഷ്ണപിള്ളയുടെ പഴയ തിയറികളൊക്കെ അറിയാം. ചരിത്രത്തിൻ്റെ സ്ക്രൂ സദൃശമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ച്, അതുപോലെ തന്നെ ദേശീയതയും സർവ്വദേശീയതയും ഇടകലർന്ന് ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച് ഒക്കെ കേസരി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട്. ചിലപ്പോൾ പ്രാദേശികതയിൽ ഊന്നിയ ഒരു ലോകം ഉണ്ടാകും, ചിലപ്പോൾ അന്തർദേശീയതയിൽ എങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം പോകും. ചിലപ്പോൾ വളരെ ദേശീയതയിലേക്ക് ചുരുങ്ങി വരികയും ചെയ്യും. ഈ പ്രാദേശികത, ഫോക്ലോറിസം എന്നുള്ളതിനെക്കുറിച്ച് തനിക്ക് വലിയ മതിപ്പില്ല എന്ന് കേസരി പറയുന്നുണ്ടല്ലോ. സർവ്വദേശീയത എന്നുള്ളൊരു വലിയ ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അധികം സാർവദേശീയതയിലേക്ക് കാലൂന്നി നിൽക്കുമ്പോഴും ഏറ്റവും പ്രാദേശികതയിലേക്ക് കൂടി കാലൂന്നി നിൽക്കാൻ ലെവിസ്ട്രോസിനെ പോലെയുള്ള എഴുത്തുകാർക്ക്, ചിന്തകന്മാർക്ക് കഴിയുന്നുണ്ട്. അവർ പറയുന്നത് പ്രാദേശികതയിൽ ഊന്നുന്ന കാലുകൾക്ക് സാർവദേശീയതയിലേക്ക് ശിരസ് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ്. വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ലെവിസ്ട്രോസിയൻ തിയറി എന്നതിനേക്കാൾ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ പാരഡൈം ആണ് ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വാസ്തവത്തിൽ രാഘവ മാഷ് പൂതപ്പാട്ടിനെ, ഇപ്പം നമ്മൾ എടശ്ശേരിയെ പറ്റി പറയുമ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എടശ്ശേരിയെ പറ്റി പറയുമ്പോൾ 2-3 വരികൾ മുദ്രാവാക്യങ്ങളായി ഉദ്ധരിക്കാനുള്ള ഒരു കേവലമായ കൗതുകം മാത്രമാണ് മലയാളികൾക്ക് ഉള്ളത്.
അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന് പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പറയുന്ന ഒരു രീതി, ഇങ്ങനെ 2-3 വരികളിൽ ഒരു കവിയുടെ രാഷ്ട്രീയം ചുരുക്കാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. പക്ഷേ 2-3 വരിയിൽ ഒരു കവിയുടെ രാഷ്ട്രീയം ചുരുക്കാതെ ആ വരികളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന പാരഡൈം, അതിൻ്റെ പാരഡൈം ഷിഫ്റ്റുകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ആ മേൽക്കാണുന്ന മുദ്രാവാക്യത്തിൻ്റെ അടിവേരുകൾ എന്താണ്, അത് എത്രമാത്രം ശക്തമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുള്ളൂ. അങ്ങനെ അടിവേരുകൾ എത്രമാത്രം ശക്തമാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള ഒരു മറുപ്രയാണമാണ് വാസ്തവത്തിൽ രാഘവ മാഷ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം നിർവഹിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എടശ്ശേരിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, കടമ്മനിട്ടയും മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു പക്ഷേ മലയാളത്തിലെ പല മാനങ്ങളുള്ള കവികളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം കൊണ്ടുവരുന്ന തിയറി, ഈ പുസ്തകത്തിൽ ഇദ്ദേഹം കൊണ്ടുവരുന്ന അത്യന്തം സയൻറ്റിഫിക് എന്ന് പറയാവുന്ന ഒരു സമീപന ശൈലി, അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, പക്ഷേ അത് ഈ കാലത്തിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞെത്തുന്ന വളരെ ചെറിയ ചില ആശയ ബന്ധങ്ങൾ നമ്മുടെ പുതിയ കാലത്തിന് വളരെ വളരെ കരുത്തു പകരുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ രാഘവ മാഷ് പ്രതീക്ഷിക്കുന്നത് പോലെ ഈ പുസ്തകം പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരു പക്ഷേ തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ പ്രദർശിപ്പിക്കുകയും വേണം. മാഷും അതാണ് പ്രതീക്ഷിക്കുന്നത്. മാഷെപ്പോലെ ഈ ഫോക്ലോറിന് വേണ്ടിയിട്ട് ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേറെ കാണാൻ ആയിട്ട് സാധിക്കില്ല. കാരണം മാഷ് തന്നെ ഫോക്ലോറിലേക്ക് ചുരുക്കുന്നതിനെക്കുറിച്ച് മാഷ്ക്ക് പരാതി ഉണ്ടാകാം. പക്ഷേ മാഷെ ഫോക്ലോറിലേക്ക് ചുരുക്കല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ ഫോക്ലോറിന് വേണ്ടി സമർപ്പിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ ഇപ്പം നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, സാഹിത്യ അക്കാദമിയാണ് ഏറ്റവും വലിയ അക്കാദമി എന്നും ഫോക്ലോർ അക്കാദമി വെറും നാടൻപാട്ട് പാടാനുള്ളൊരു അക്കാദമിയാണെന്നുള്ള ചിന്തയാണ്. വാസ്തവത്തിൽ അത് അങ്ങനെയല്ല. വാസ്തവത്തിൽ പ്രൈം അക്കാദമി ആയി കണക്കാക്കേണ്ടത് ഒരുപക്ഷെ സാഹിത്യ അക്കാദമിയെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രൈം അക്കാദമി ആയിട്ട് കാണേണ്ടത്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റെങ്കിലും കാണേണ്ടത് ഫോക്ലോർ അക്കാദമിയാണ്. അതിനൊരു വലിയ ചരിത്ര ദൗത്യം നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ചും സംഘപരിവാരത്തിൻ്റെ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു അക്കാദമിക്ക് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ ചർച്ച കേരളത്തിലുടനീളം സംഘടിപ്പിക്കേണ്ട ബാധ്യത കേരളത്തിലെ ഫോക്ലോർ അക്കാദമിക്ക് കൂടി ഉള്ളതാണ് എന്ന് കണ്ണൂരിൽ നിന്നുകൊണ്ട് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഈ ദൈക്ഷണിക ചർച്ച വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു.